നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലെ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സും പട്ടായ യുണൈറ്റും ഏറ്റുമുട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളിന് അടിക്കാൻ സാധിച്ചെങ്കിലും 2 ഗോളിൻ്റെ തോൽവിയാണ് വഴങ്ങേണ്ടി വന്നത്. എന്നാൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ഗോളുകൾ റഫറി ഡിസലവ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 ഗോൾ അലോ ചെയ്യുകയാണെങ്കിൽ 3 ഗോൾ അടിച്ച് വിജയം കരസ്ഥമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരത്തിനെ പറ്റിയും. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ അപ്ഡേറ്റാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അൻവർ അലി മോഹൻ ബഗാൻ വിടാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കേട്ടത്. അതിനുശേഷം അൻവർ അലി സ്റ്റേ ചെയ്യുമെന്നെല്ലാം ഒരു പോസ്റ്റോടുകൂടി മോഹൻ ബഗാൻ പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ അൻവർ അലീനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. താരത്തിന് ഈസ്റ്റ് ബംഗാൾ എഫ്സിയിലേക്ക് സൈൻ ചെയ്യാൻ പോകുന്നുവെന്ന് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. താരം മറ്റൊരു ക്ലബിൽ നിന്നായിരുന്നു മോഹൻ ബഗാനിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ എത്തിയത്. എന്നാൽ അത് ടെർമിനേറ്റ് ചെയ്ത് ഇപ്പോൾ താരം ഈസ്റ്റ് ബംഗാൾ എഫ്സിയിൽ സൈൻ ചെയ്യാൻ പോകുന്നുവെന്നൊരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കുക. അതേപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സി അവരൊരു ഒഫീഷ്യൽ സൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും എഗ്രിമെൻറ്റ് കരാറിൽ ഒപ്പുവെക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി പങ്കുവച്ചിട്ടുണ്ട്. നിക്കോളാസ് കാരലിസ് എന്ന് പറയുന്ന വിദേശ സൈനിങ്ങാണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി ഒഫീഷ്യലായിട്ട് കംപ്ലീറ്റ് ചെയ്ത വിവരം അറിയിച്ചിരിക്കുന്നത്. അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വമ്പൻ വിദേശ സൈനിങ് ഉടനടി നടത്തുമെന്ന് വേറൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു താരത്തിനുമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്നുവെന്ന്, അതേപോലെ തന്നെ ഡിമിട്രിയോസ് ഡാമന്റക്കോസിൻ്റെ പകരക്കാരനെയാണ് സൈൻ ചെയ്യാൻ പോകുന്നതെന്നും ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത്. ഏതിലൊരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിൽ ഒഫീഷ്യലായിട്ട് തന്നെ വരും. എന്തായാലും ഡിമിട്രിയോസിൻ്റെ പകരക്കാരനാണോ അതോ മാർക്കോ ലെസ്കോവിച്ചിൻ്റെ പകരക്കാരനാണോ കണ്ടറിയാം.